നമസ്കാരം. സംസ്ഥാന ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവ് നൽകിയ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ ഭരണപക്ഷത്തുള്ള അസ്വസ്ഥതകൾ മുതലെടുക്കാൻ പ്രതിപക്ഷം. ഈ നടപടിക്ക് പിന്നിൽ അഴിമതി ഉണ്ടെന്ന ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തു വന്നു. വി.ഡി. സതീശന്റെ നിർദ്ദേശത്തിന് പിന്നിൽ അഴിമതിയെന്ന് പിണറായി സഭയിൽ ആരോപിച്ചു. വിഷയത്തിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ പ്രസംഗിക്കവെയാണ് പിണറായി അഴിമതി ആരോപണം ഉയർത്തിയത്. ബക്കാടി കമ്പനിക്ക് അമിതമായ ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ഇതിനായി ബജറ്റിൽ നികുതി നിർദ്ദേശം തിരികെ കയറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ് ബജറ്റ് ഷെഡ്യൂളിൽ മനസ്സിലാകുന്നതെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിത ലാഭം കൊയ്യാനുള്ള അവസരമാണ് ഇതിലൂടെ ഉണ്ടാവുക. അതാണ് ഗൗരവമുള്ള സംഗതിയെന്നും പ്രതിപക്ഷ നേതാവ് അഭിപ്രായപ്പെട്ടു. കർണാടകയിലെ മദ്യക്കമ്പനിക്ക് വേണ്ടിയാണ് ഈ നീക്കം. സ്വകാര്യ മദ്യക്കമ്പനിയായ ബക്കാടിക്ക് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. നികുതി കുറയ്ക്കുന്നത് ബക്കാടിക്ക് വേണ്ടിയാണെന്നും പിണറായി അഭിപ്രായപ്പെട്ടു. 2023 ബക്കാടി കമ്പനി സംസ്ഥാന നികുതി വകുപ്പിന് അപേക്ഷ നൽകിയത്. കഴിഞ്ഞ സർക്കാർ ഇക്കാര്യത്തിൽ തിടുക്കപ്പെട്ട ഒരു നടപടിയും സ്വീകരിച്ചില്ല. എന്നാൽ പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷം അതിവേഗത്തിൽ ഫയൽ നീക്കമുണ്ടായി. 7 ഉദ്യോഗസ്ഥർ ശരവേഗതയിൽ ഫയൽ കണ്ടെന്നും പിണറായി ചൂണ്ടിക്കാട്ടി. പുതിയ സർക്കാർ വന്ന ശേഷം ഫയൽ നീക്കത്തിൽ ഉണ്ടായത് അസാധാരണ വേഗമാണെന്നും പ്രതിപക്ഷ നേതാവ് വിവരിച്ചു. 251% നിലവിലുള്ള നികുതി 120% ആക്കിയിരിക്കുകയാണ്. ആർക്കു വേണ്ടിയാണിത്? സാധാരണ ജനങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണ്? സോഫ്റ്റ് ഡ്രിങ്ക് പോലെ മദ്യം സാർവത്രികമാക്കാനാണ് പോകുന്നത്. ഇത് അനുവദിക്കാൻ പറ്റില്ല. ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകും. ലഹരിയിലേക്ക് ആളുകളെ തള്ളിവിടുന്നതിലേക്കാണ് ഇത് എത്തിക്കുക എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അതേസമയം സ്പീക്കർ അനുമതി നിഷേധിച്ചിട്ടും ചട്ടപ്രകാരമല്ല പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നതെന്നും സർക്കാരിന് മറുപടി പറയാൻ അനുമതി ഇല്ലാത്തതുകൊണ്ട് ആരോപണം രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ബജറ്റ് ചർച്ചകൾ നടക്കുന്നതിനാൽ റൂൾ 50 പ്രകാരം കെ.എൻ. ബാലഗോപാൽ നൽകിയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപണം ഉന്നയിച്ചത്. സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നടുത്തളത്തിൽ മുദ്രാവാക്യം വിളിച്ചു. ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് കെ.സി. ഗ്രൂപ്പ് പറയുന്നു, ഞങ്ങളൊന്നും അറിഞ്ഞില്ലെന്ന് എക്സൈസ് മന്ത്രിയും പറയും തുടങ്ങിയ മുദ്രാവാക്യങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിയത്. വീര്യം കുറഞ്ഞ നികുതി ഇളവ് സംബന്ധിച്ച കോൺഗ്രസിനുള്ളിൽ തർക്കമുണ്ടെന്ന സൂചനകൾക്കിടയിലാണ് പ്രതിപക്ഷം ഇത്തരമൊരു മുദ്രാവാക്യം ഉയർത്തിയിരിക്കുന്നത്. വിഷയത്തിൽ എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലും എക്സൈസ് മന്ത്രി എം. ലിജുവും തീരുമാനത്തിൽ അതൃപ്തി പ്രകടമാക്കിയിരുന്നു. പിണറായി സർക്കാരിന്റെ 2022-23 മദ്യനയത്തിൽ 0.5% മുതൽ 20% വരെ ആൽക്കഹോൾ ഉള്ള മദ്യത്തെ വീര്യം കുറഞ്ഞ മദ്യമായി വിൽക്കുന്നതിന് വിദേശ മദ്യചട്ടത്തിൽ ഭേദഗതി വരുത്തിയിരുന്നു. നികുതി ഘടന വരെ ധാരണയായ ശേഷം തീരുമാനമെടുക്കാതെ മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. എന്നാൽ മുൻ സർക്കാർ വിൽപ്പന അനുമതി നൽകിയ സ്ഥിതിക്ക് സർക്കാരിന് വരുമാനം ലക്ഷ്യമിട്ട് നികുതി നിശ്ചയിക്കുന്നതിൽ അസ്വാഭാവികതയില്ലെന്ന നിഗമനത്തിലായിരുന്നു പുതിയ സർക്കാരിന്റെ തുടർ നടപടി. മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്ന UDF നയത്തിന് വിരുദ്ധമാണ് ഈ നിലപാടെന്നാണ് വിമർശനം. സർക്കാർ നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ജനങ്ങൾക്ക് സ്വീകാര്യമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. പാർട്ടിക്കുള്ളിൽ ചർച്ചയുണ്ടാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. എക്സൈസ് മന്ത്രിയുമായി കൂടിയാലോചന നടത്താതെയാണ് നികുതി നിശ്ചയിച്ചെന്ന വിമർശനവും ഉയർന്നിരുന്നു.